അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി ഒത്തിരി അങ്ങോട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ Q&A ആണ്. എൻ്റെ ചാനലിലെ ആദ്യത്തെ Q&A ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമയ്ക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് ഞാൻ ഓർത്തു ഡിന്നർ കഴിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന്. കഴിക്കാനായിട്ട് ഇന്ന് പത്തിരിയും ചിക്കൻ റോസ്റ്റുമാണ്. സോ ലെറ്റ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനൽ ഒരു രസത്തിന് തുടങ്ങിയതാണോ അതോ ഏൺ ചെയ്യാൻ എന്നുള്ള എയിമിലാണോ? ഈ ചോദ്യത്തിന് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏൺ ചെയ്യണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അത് തന്നെയായിരുന്നു എൻ്റെ ഇത്, ഏൺ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. തുടങ്ങി ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ആയപ്പോഴാണ് ആ ഒരു ഇതിലോട്ടായത്. കാരണം ഒന്നാമത്തെ കേസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ ക്വാറന്റൈനിലാണ് ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കുക്കിങ്ങിൻ്റെ ബേസിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നൈസായിട്ട് ചീറ്റിപ്പോയി. കാരണം എൻ്റെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ആദ്യത്തേത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. ആ റെസിപ്പിയേ വാളിപ്പോയി. എന്ന് പറഞ്ഞാൽ 1 കിലോ ചിക്കൻ മേടിച്ചതാണ് കേസ് ഞാൻ ചെയ്തത്. ആ 1 കിലോ ചിക്കൻ വേസ്റ്റായിപ്പോയി. അതുപോലൊരു വൃത്തികെട്ട റെസിപ്പിയായിരുന്നു. അതുകൊണ്ട് അത് പാളിപ്പോയി. ഞാൻ ആ ചാനൽ പോയി. ആദ്യത്തെ ദിവസത്തെ ഡിസ്കറേജ്മെൻ്റ് ആയിപ്പോയി എനിക്ക്. ആ റെസിപ്പിയൊക്കെ കുഴപ്പമില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ ചാനൽ എനിക്ക് നാണക്കേടെ പറയാൻ വേണ്ടുന്നല്ലേ ഞാൻ പറയാം ഗൈസ്. ഞാനൊരു ഭയങ്കര K-pop ഫാനായിരുന്നു. ഇപ്പോഴും ആണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ K-popൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ K-pop ഫാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവഞ്ച്വലി ഞാൻ എൻ്റെ അനിയത്തിയായ സൈനബിനും റെക്കമെൻഡ് ചെയ്തു. പിന്നെ അവൾ K-pop ഫാനായി. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഈ K-popൻ്റെ അതിലുള്ള ഐഡൽസിനെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് വീഡിയോസ്, പിന്നെ അതുപോലെ തന്നെ ഈ K-ഡ്രാമാസിൻ്റെ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കയറ്റിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോസ് കുറേ കണ്ട് ഭയങ്കര ഇൻസ്പയർഡായി. അങ്ങ് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇൻസ്പയർഡായി. എന്നിട്ട് ഞാനൊരു ചാനൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇവഞ്ച്വലി അതും കൊല്ലം അതുപോലെയായി. ഞാൻ പിന്നെ അത് നിർത്തി, ആ പരിപാടി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണിത്. അതൊക്കെ ആ ചാനലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്ലാൻ ചെയ്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും എഡിറ്റ് ചെയ്യുന്ന രീതികൾ നോക്കുന്നു, അങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പ്ലാനൊന്നും ചെയ്തില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം വെറുതെ അങ്ങ് പെട്ടെന്ന് വന്നതല്ല. ഇൻസ്റ്റാഗ്രാമിനകത്ത് എൻ്റെ ഒരു വീഡിയോ കുറച്ച് കൂടുതൽ റീച്ച് കിട്ടിയായിരുന്നു. അന്നേരം എന്നോട് എല്ലാവരും പറയാൻ തുടങ്ങി, കജ നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്ക് പക്ഷേ മനസ്സിലായ നാണമൊക്കെ ഭയങ്കര നാണമാണ്. പിന്നെ ഒരു കാര്യം പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു ഇത് ശരിയായില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന വ്ളോഗൊക്കെ കുറച്ച് ക്രിഞ്ചായി പോയാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തു. പക്ഷേ ഞാൻ കണ്ണും പൂട്ടി അങ്ങോട്ട് യൂട്യൂബ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യും. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യും. ആകെ എനിക്കൊന്ന് കുറച്ച് തവണകളൊക്കെ മിസ് ഔട്ട് ചെയ്ത് പോകത്തുള്ളൂ. അത് ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ മെയിൻ എയിം ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് തുടങ്ങുന്നത് ഭയങ്കര നല്ലയാ, തുടങ്ങി നമുക്കൊരു സൈഡ് ഹസൽ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് ഇതിൽ നിന്ന് പൈസ കിട്ടുമെന്ന്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മോണറ്റൈസ്ഡ് ആയിട്ടില്ല. ഇനിയും കുറച്ചും കൂടെ സ്റ്റെപ്സ് ബാക്കിയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, ഇങ്ങനെ മോണറ്റൈസ് ആയോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ചാനൽ മോണറ്റൈസ് ആയിട്ടില്ല. കുറച്ചുകൂടെ സ്റ്റെപ്സും കൂടെ എൻ്റെ ഇൻഷാല്ലാ ഉടനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം അതിനുമേൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയങ്ങളിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് വിട്ട് പോയിട്ടുണ്ട്. മടി കാരണമല്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നായിരുന്നു. അന്നേരം എനിക്ക് ബെഡിൽ നിന്ന് എണീക്കുന്നതേ ഇഷ്ടമല്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് പോലും ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം അതല്ല, അപ്പോൾ ഇതാണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പായുടെയും ഉമ്മയുടെയും വീട്ടുകാർ സപ്പോർട്ടാണോ? നല്ല ചോദ്യം. ഇത് തുടങ്ങുന്ന സമയത്ത് ആരോടും പറഞ്ഞിട്ടില്ല ഗൈസ്. വാപ്പാടെ അല്ല ഉമ്മാടെ അല്ല ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉമ്മാനോട് ഇങ്ങനെ വന്നിട്ട് ഉമ്മാനാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞേ അടുത്ത വള്ളി പിടിക്കാനാണോ? അപ്പോൾ ആ സീനായിരുന്നു. അവർക്കും വലിയ അങ്ങോട്ട് ഇൻട്രസ്റ്റും സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ മൂത്തതാണെങ്കിലും
ഞാൻ നിങ്ങളോട് സകാരം പറയാം. ബൂത്തതാണെങ്കിലും എന്നെ ഭയങ്കര ഒരു ഭയങ്കര ഡിസിഷൻ എടുക്കാനായിട്ട് അങ്ങോട്ട് ഒരുപാട് ബുദ്ധിയുള്ള ഒരാളായിട്ട് വീട്ടുകാർ കരുതാറില്ല. അതാണ് ഒരു സത്യാവസ്ഥ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോഴത്തേക്ക് വിചാരിക്കും അടുത്തത് തുടങ്ങി അങ്ങനെ ഞാൻ ഓരോ ഐഡിയാസും കൊണ്ട് വരുമ്പോൾ അടുത്ത വള്ളി എന്നുള്ള സീനാണ്. പക്ഷേ ഇവഞ്ച്വലി വാപ്പച്ചും ഉമ്മച്ചും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം വീഡിയോസ് എടുക്കാനാണ് ഞാൻ മറന്നു പോയാലും എന്നോട് വന്നിട്ട് പറയും എടുക്കണ്ടേ, വീഡിയോ എടുക്കണ്ടേ, പോസ്റ്റ് ചെയ്യണ്ടേ, നീ ഷൂട്ട് ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഉമ്മാടെ വാപ്പാടെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ പേഴ്സണലി പോയിട്ട് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്ന് ഇതാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സത്യം പറയാൻ എനിക്ക് ടെൻഷനാണ്. കാരണം അവരുടെ ചിന്ത നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും കുറേ ഡിഫറെൻ്റ്, അതെനിക്കറിയാം. അതൊരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുള്ള. രണ്ടുപേരും മിസ്റ്റേക്കല്ല. അവർ ജീവിച്ചു വന്ന കാലഘട്ടവും ഞാൻ ജീവിക്കുന്ന കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ആരോടും പറഞ്ഞില്ല. പക്ഷേ ഇവഞ്ച്വലി എൻ്റെ കസിൻസ് അറിഞ്ഞു, അവരെ പേരൻസ് അറിഞ്ഞു, എൻ്റെ അമ്മച്ചി അറിഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഗ്രാൻഡ് പേരൻസ് അറിഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ അറിയാം. ആരും എതിർപ്പ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും അറിയാൻ തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും സപ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഒരു 10-20,000 തവണ ഓരോ വീഡിയോ എടുക്കുമ്പം ചെക്ക് ചെയ്യും ഗൈസ്. കാരണം എന്തെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ പറയുന്നൊരു വർത്താനാണെങ്കിൽ പോലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കും. കാരണം എനിക്ക് ഈ ഓവർ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ഇവർ പറയാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറഞ്ഞു കളയും. അത് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് കാരണം ഒരു 10-20 തവണ ഞാൻ എഡിറ്റ് ചെയ്യും. ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ആയിഷ കാണിച്ചു കൊടുക്കും. ആയിഷാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. അവളോട് കാണിച്ചു കൊടുക്കും, അവൾ നോക്കും, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞുതരും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് കുക്ക് അമംഗ് സിസ്റ്റേഴ്സ്. I know it's gonna be Aisha since I saw her making butter chicken, bhatura and all still who do you think is best cook? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നല്ല കുക്കാണ്. എൻ്റെ ഉള്ളിൽ അത് ഒളിഞ്ഞു കിടക്കുന്നതാണ്. ഞാനത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഏറ്റവും നല്ല കുക്ക് ഐഷയാണ്. ഉമ്മച്ചിയുടെ ആ കഴിവ് കിട്ടിയിരിക്കുന്നത് ഐഷയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഐഷ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. മടി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതാണ് ഐഷയുടെ പ്രത്യേകത. ഇനിയിപ്പോൾ വൃത്തിയാക്കാൻ പറഞ്ഞാലും കുക്കാക്കാൻ പറഞ്ഞാലും ഐഷയ്ക്ക് അങ്ങോട്ട് മടിയില്ല. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നുവെച്ചാൽ മറിച്ച് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ലേസിയാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് ഒന്നും താല്പര്യം ഉണ്ടാവില്ല. കുക്ക് ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നൊരു സുഭാവത്തിൽ മറ്റേ കാക്ക മലർന്ന് പറഞ്ഞു പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് തോന്നും ഇന്ന് ഞാൻ കുക്ക് ചെയ്യാം. അപ്പോൾ ഉണ്ടാകും. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷസിൻ്റെ ടേസ്റ്റ് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചില സാധനങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന നല്ലതാണ്, അത് എല്ലാവരും ഉമ്മിച്ചിയൊക്കെ പറയേണ്ടത് കൊള്ളാതെ. പക്ഷേ എല്ലാം എനിക്ക് ബേസിക്കലി കുക്കിങ്ങിന് കഴിയില്ല. സൈനബ് ആ മേഖലയിലോട്ട് വന്നിട്ടില്ല. ചേച്ചി കുറച്ച് എനിക്കറിയാലോ തിരക്കാണ്, പഠിത്തം അങ്ങനെ കുറേയൊക്കെ ആയിട്ട് തിരക്കാണ്. പിന്നെ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റുകളിൽ ഒരു കമൻറ്റാണ്, ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഞാൻ എന്ത് പറയുക, നിങ്ങൾ പറയൂ. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അനിയത്തിമാരിൽ ആരാണ് കൂടുതൽ സപ്പോർട്ട്? എൻ്റെ 2 സിസ്റ്റേഴ്സും ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഭയങ്കര സപ്പോർട്ടാണ്. ഇടയ്ക്ക് എല്ലാ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പോലത്തെ വഴക്കും ഇടി ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് ഞാൻ ഓരോ വീഡിയോസിൽ കാണുമ്പോൾ നിന്നൊക്കെ എടുക്കുന്നതാണ് വഴക്കൊക്കെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ പോസ്റ്റൊക്കെ ചെയ്യും. എന്നിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് തേങ്ങ പോലെ മാങ്ങ പോലെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവർ വഴക്കൊക്കെ വരും. അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാണ്. ജെനുവൻലി നമ്മളെന്ത് ചോദിച്ചാലും എന്നോട് ജെനുവൻലി ഓൾ ഹാർട്ടഡ്ലി പറഞ്ഞു തരും ഇത് മിസ്റ്റേക്കാണ്, തെറ്റാണ്. എനിക്ക് ദേഷ്യം വരും ചില സമയം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവൾ കണ്ടിട്ട് എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്. സൈനബ് ഇപ്പം അവളെ കാണാൻ കൊള്ളുന്നുണ്ട്, എനിക്കിപ്പോൾ ദേഷ്യം വരും. പക്ഷേ എൻ്റെ സിസ്റ്റേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിലൊക്കെ വരാറ്, ഞാൻ കാണിക്കുന്ന കൊപ്രായങ്ങൾക്കൊക്കെ നിൽക്കാറ്. അടുത്തത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കാം ആൻഡ് പീസ്ഫുൾ ആരാണ്? ഏറ്റവും കാം ആൻഡ് പീസ്ഫുൾ എനിക്ക് തോന്നുന്നു എന്ത് ബേസിസിൽ, ആങ്കറിൻ്റെ ബേസിസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾ ഞാനാണ്. പെട്ടെന്ന് ദേഷ്യം വരാത്തത് ഐഷക്കാണ്. ഞാൻ കഴിഞ്ഞ അടുത്ത സൈനബായിരിക്കും ഷോർട്ട് ടെമ്പർ. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അതേ വേഗത്തിൽ തണുക്കും.
അതാണ് എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തി. പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് അതിൽ കൂടുതലും ദേഷ്യം നിൽക്കത്തില്ല. ഏറ്റവും കാമായിട്ടുള്ള ആള് എനിക്ക് തോന്നണം സൈനബായിരിക്കും. അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അറിയത്തില്ല ഗൈസ്, അത്രയും കാമാ അവളുടെ ഫിസിക്കൽ അത് വരത്തില്ല. ഞാനിപ്പോൾ ആരോടും ഓടിപ്പോയി പറയൂന്നല്ല, ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഉള്ളിൽ തന്നെ വെക്കും. ഞങ്ങൾ 3 പേരും അങ്ങനെയാണ്, പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ തന്നെ ഉള്ളിൽ വെച്ച് നമ്മൾ തന്നെ അത് തീർക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ എനിക്ക് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലും സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. മെലിയ, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കാതിരിക്കുക, അസുഖം വരിക, അങ്ങനെയൊക്കെ വരും. ഐഷയ്ക്കും അതുപോലെ തന്നെയാണ്. ഐഷയുടെ ഭയങ്കര ഇവിടെ ഉണ്ടാണ് ഗൈസ്. പക്ഷെ സൈനബ് അങ്ങനെയല്ല ഗൈസ്, നമ്മളറിയില്ല. ഭയങ്കര മനക്കട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കരയാറുണ്ട്. വളരെ ചുരുക്ക സമയങ്ങൾ കരയാറുള്ളൂ. അത് ജെനുവൻലി അത്രയും പറ്റാത്തതുകൊണ്ടായിരിക്കും കരയുന്നത്. ഒരു തവണ ഇന്നലെ കൂടി ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. സൈനബ് വയനാട് പോയിട്ട് അവളൊന്ന് വീണപ്പം കാലിന് ചെറിയൊരു ഇത് വന്നായിരുന്നു. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, സൈനബ് നല്ലപോലെ ഒരു സ്പോർട്ട് കളിക്കും. ഷി ലൈക്സ് ദാറ്റ് സ്പോർട്ട് വെരി മച്ച്. ഞാൻ ആ സ്പോർട്സിൻ്റെ പേര് പറഞ്ഞ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറയുന്നില്ല, എന്നെ പറഞ്ഞ് ട്രോളണ്ട. അപ്പം നല്ലപോലെ കളിക്കപ്പം അവളുടെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് മറിഞ്ഞപ്പം അവളെല്ലോ ടെൻഷനായി പോയി. അപ്പം പുള്ളിക്കാരി ജസ്റ്റ് അത് ആലോചിച്ച് ടെൻഷനായി പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോയായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വ്യക്തി. അപ്പം അങ്ങനെ വളരെ ചുരുക്കം സമയം നമ്മൾ കാണുള്ളൂ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ആൻഷ്യസ് ആണ്, ഇല്ലാത്തതിൽ നിന്നും എപ്പോഴും ചിന്തിച്ചുണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു കാമായിട്ടുള്ള വ്യക്തിയാണെന്ന് പറയത്തില്ല. ഭയങ്കര എൻ്റെ തലയിലൊരു 10-20 സൗണ്ട് ഉണ്ട്. ഞാൻ നെവർ കാം പേഴ്സണല്ല. പ്രോബബ്ലി സൈനബ് ആയിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം. അടുത്തത് സൈനബ് ആൻഡ് ഐഷ എത്രാം ക്ലാസ്സിലാണ് ആൻഡ് വാട്ട് ദേ ആർ സ്റ്റഡിയിങ്. സൈനബ് ഇസ് ഇൻ 11th grade. 11th grade പോവുകയാണ്. ഐഷ BCom ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുകയായിരിക്കും. അവൾക്ക് അങ്ങനെ വെറുതിരിക്കുന്ന സ്വഭാവമില്ല. അടുത്ത ചോദ്യം, അബൌട്ട് യുവർ കോളേജ് ലൈഫ്. ഗംഭീരം കോളേജ് ലൈഫാണ് എൻ്റേത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചേർന്നപ്പം ഒട്ടും എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ ചേർന്നൊരു വ്യക്തിയാണ്. ആകെ ഒറ്റൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയൊരു ക്യാമ്പസ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്യാമ്പസ് ഒരുപാട് സ്ട്രിക്റ്റ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ പറയില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ ചേർന്നിട്ട് ഞാൻ എന്ത് ചെയ്യില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരുന്നു. ആ കാര്യം ഞാൻ അവിടെ പോയി ചെയ്യുക മാത്രമല്ല, അതിനൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട് എന്താ വ്ളോഗ്സ് ചെയ്യാത്തതെന്ന്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എന്നാൽ ഫ്രണ്ട്സ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ ആരെ കുഴപ്പം കൊണ്ടാ ഇപ്പോൾ ഫ്രണ്ട്സ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി എൻ്റെ മിസ്റ്റേക്കാണ്, പകുതി അവരുടെ മിസ്റ്റേക്കാണ്. പിന്നെ നമ്മളിപ്പം ഞാൻ അതിൽ നിന്ന് അത് വിട്ടും വന്നു, ആ പ്രശ്നം കഴിഞ്ഞ് അതിൽ നിന്ന് മൂവ് ഓൺ ആയി. സോ ഇനി ആരെയും അവരെ ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറച്ചൊക്കെ എൻ്റെ മിസ്റ്റേക്കും ഉണ്ട്, കുറച്ച് നല്ല എൻ്റെ മിസ്റ്റേക്കാണ്. പകുതി എൻ്റെ മിസ്റ്റേക്കാണ് ഗൈസ്, പകുതി അവരെ മിസ്റ്റേക്കാണ്. അത് പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാർ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി മേക്ക് മിസ്റ്റേക്സ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി വരിക, നെക്സ്റ്റ് ലൈഫിലോട്ട് പോവുക, അങ്ങനെയാണ് പോകേണ്ടത്. നമുക്കത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പുതിയ ജീവിതമുണ്ട്. പിന്നെ എനിക്ക് കോളേജിൽ മാത്രമാണ് അങ്ങനെ ഒരുപാട് അടുപ്പമുള്ള സുഹൃത്തുക്കളില്ലാത്തത്. പിന്നെ അല്ലാത്ത ലൈഫിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഭയങ്കര ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഭയങ്കര എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെക്കുന്ന കുറച്ച് പേര് ഉണ്ട്. ഒരുപാട് സുഹൃത്തുക്കളില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ലൈഫിൽ. ഉണ്ട്, കയ്യിലുണ്ടാവുന്നതേ ഉള്ളൂ, പക്ഷെ അത്രയും ഉള്ളവർ മതി, അതാണ് നല്ലത്. പിന്നെ കോളേജ് ലൈഫ് ഭയങ്കര ഫ്രീ ആയിട്ട് ലിബറലായിട്ടൊരു കോളേജാണ് എൻ്റെത്. പഠിക്കണ്ട, ഫ്രീഡം ഉള്ളൊരു കോളേജാണ്. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ വരുമ്പം അവിടെ വരുന്നവർക്കും അവിടെ ഉള്ളവർക്കും മനസ്സിലാവും എന്താണ് ആ പ്രശ്നങ്ങളെന്ന്. അല്ലെങ്കിൽ കോളേജ് ലൈഫ് സ്റ്റിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എന്നുവെച്ചാൽ പകുതിയോളം ക്വാറൻറ്റൈൻ കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഞാൻ 2nd year വരെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അത് കൊണ്ടുപോയി. പിന്നെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോളേജ് ഭയങ്കര സൂപ്പറാണ്. മറ്റു കോളേജുകളിലുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പം മിസ്സുമാരൊക്കെ അടിപൊളിയാണ്. നമ്മുടെ പ്രിൻസിയൊക്കെ
തങ്കപ്പെട്ടൊരു മനുഷ്യത്തെയാണ്, ഒരു പാവം, ഒരു ഒന്നിനെ നമ്മൾ മെക്കിട്ട് കയറാൻ വരാത്തൊരു പാവം പ്രിൻസിയാണ്. പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ കോളേജിലുണ്ട്. അത് നമ്മൾക്ക് അവിടെ വെറുതെ മനസ്സിലാവും. കോളേജ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും നന്മയൊക്കെ ഉണ്ടാവും. അതാണ് എൻ്റെ കോളേജ് ലൈഫ്. ഒരു ബിറ്റർ സ്വീറ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ കോളേജ് ശരിക്കും പറഞ്ഞാൽ. മധുരിക്കും അതുപോലെയാണ്, കയ്പുണ്ട് മധുരവും ഉണ്ട്. അങ്ങനെ അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ മോസ്റ്റ് സപ്പോർട്ടീവ് ഇൻ യുവർ ഫാമിലി? ഹൂ ഈസ് ദ മോസ്റ്റ് സപ്പോർട്ടീവ് ഇൻ യുവർ ഫാമിലി എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടാണ് കേസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒന്നിനും ഒരു പ്രശ്നത്തിനും വരാത്ത ഒരു ഫാമിലിയാണ് എൻ്റെത്. ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്ന രീതി ചില സമയം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാറില്ല. പറഞ്ഞു തരും, ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കത്തില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അത്രയും മുറുക്കി പിടിച്ചിട്ട് കാര്യമില്ല എന്ന്. അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഭയങ്കര സപ്പോർട്ടീവാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ എനിക്ക് ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എൻ്റെ ലൈഫിൽ കുറച്ച് മാസം മുന്നേ എനിക്ക് എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മെൻ്റലായിട്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്കറിയില്ല, ഐ യൂസ് ടു ഹാവ് ഇറ്റ്. ബട്ട് ഞാൻ അതിൽ നിന്ന് ഗ്രാജുവലി എന്തെങ്കിലും ചെയ്ത് കയറി വരാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻസ് കാരണം എനിക്ക് അതിനൊന്നും കയറി വരാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനൊരു വലിയ ഡാർക്കായിട്ടുള്ള സ്ഥലത്തേക്കോട്ട് മാറിപ്പോയി. അപ്പം എൻ്റെ പേരൻസും ഒരുപാട് വറീഡായിപ്പോയി. ഞാനൊരു എന്തോ പോലെ ആയിപ്പോയി. നമ്മളെപ്പോഴും നമ്മുടെ യൂട്യൂബിലായാലും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് സൈഡ്സ് മാത്രമേ കാണിക്കുള്ളൂ, അല്ലാത്തപ്പം ഒന്നും കാണിക്കത്തില്ല. എൻ്റെ പേരൻസ് എനിക്കൊന്ന് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയത്. ബിക്കോസ് എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും നല്ലത് യൂട്യൂബാണ് ഫീൽ ചെയ്ത് കാരണം ഞാൻ എപ്പോഴും ഇതിലോട്ടേക്ക് അങ്ങ് ആയി. എപ്പോഴും ഇത് ചെയ്യുക, ഇതെടുക്കുക, ഇതിലോട്ടേക്കെന്ന് പറഞ്ഞായി. സോ അത് മാത്രമല്ല, അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ടായി. ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ഗുഡ് സബ്സ്ക്രൈബേഴ്സ്, നല്ല കമൻറ്റ്സ് വരാറുണ്ട്, മോശം വരാറുണ്ട്. പക്ഷെ ഞാനത് ആ രീതിക്ക് എടുക്കാറുള്ളൂ. ഒരു ഇതിലോട്ടായി. അപ്പം ഞാൻ ഭയങ്കര അപ്പം എൻ്റെ പേരൻസ് കുറേ കൂടി സപ്പോർട്ടീവായി. അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ എഫേർട്ട്സോ അതിലോട്ട് സപ്പോർട്ടീവായി. ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ഇടയ്ക്ക് എൻ്റെ സംസാരം കുറച്ച് ഓവർ ഷെയറിങ് ആകുമ്പോൾ എന്ന് പറയും. എൻ്റെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര സപ്പോർട്ടീവ് ഫാമിലിയാണ്. ഏറ്റവും സപ്പോർട്ടീവ് എന്ന് പറയാൻ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ്, ഇതെന്നെ കുരുക്കുന്നൊരു ചോദ്യമായിപ്പോയി. എനിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മിച്ചുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഉമ്മ ഉണ്ടാക്കണ ഉച്ചക്കത്തെ ചോറും കറിയും മീൻ പൊരിച്ചതും തോരനും, അതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. നമ്മളോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും മടുക്കാത്തൊരു ഭക്ഷണം ഏതാണെന്ന്. അതാണ് ഏറ്റവും മടുക്കാത്തൊരു ഭക്ഷണം. എൻ്റെ ഉമ്മിച്ച് ഉണ്ടാക്കി തരുന്ന ആ ചൂട് ചോറും കറികളും മീൻ പൊരിച്ചതും തോരനും ഒരിക്കലും മടുക്കില്ല, ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ വാട്ട് ഡിഡ് യു സ്റ്റഡി ആൻഡ് വൈ ആറിൻറ്റ് യു ഗോയിങ് ടു ഹോസ്റ്റൽ? നല്ലൊരു ചോദ്യമാണ്. ഞാൻ പഠിക്കുന്നത് LLB ആണ്. LLBക്കാണ് പഠിക്കണേ. ഇപ്പോൾ ഏത് ഇയറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4th year ആണ് പഠിക്കണത്. ഐ ഹാവ് 1 more year. ഞാനിപ്പോൾ എന്താ ഹോസ്റ്റലിൽ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാർച്ച് അവസാനം കോളേജ് അടയ്ക്കും. പിന്നെ 2 മാസം ഞങ്ങൾക്ക് വെക്കേഷൻ അങ്ങനെയാണ്. പക്ഷേ മാർച്ചിൽ ഞങ്ങൾക്ക് ഇവാലുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു എക്സാമിൻ്റെ. അപ്പോൾ ഞങ്ങൾ മിസ്സുമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇടയ്ക്ക് വെച്ച് ഞാൻ ചെന്നായിരുന്നു, കുറച്ച് ഇൻറ്റേർണൽസൊക്കെ ഒന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നേ. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഇൻഷാല്ലാ നമ്മൾ ഉടനെ നമ്മുടെ കോളേജിലേക്ക് പോകും. ജൂണിന് നമുക്ക് തുടങ്ങും. മിക്ക എല്ലാവർക്കും അടച്ചിട്ടുള്ള എല്ലാവർക്കും തുറക്കുമല്ല, അതുകൊണ്ട് ഉടനെ പോകും. ഫേവ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്. ഫേവ് സൺസ്ക്രീന് ഇപ്പം ഫോക്സ്റ്റൈലാണ്. എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ് ഗൈസ്. അപ്പം എനിക്ക് കുറച്ച് ഞാൻ പൗഡർ യൂസ് ചെയ്യും, ഈ യാഡ്ലി അതുപോലത്തെ പൗഡേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന കാരണം എനിക്കിപ്പോൾ ഓയിലി ആയിട്ടിരുന്നാലും ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ മാറ്റിഫൈ ചെയ്യുന്ന കാരണം എനിക്ക് ഇച്ചിരി തിക്കായിട്ടുള്ള സൺസ്ക്രീൻ കുഴപ്പമില്ല, കവറേജ് ഉണ്ടായാൽ മതി. അതുകൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ന്യൂട്രജനയുടെ സൺസ്ക്രീമാണ്. തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്കങ്ങനെ
വേറെ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഐഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഐഷയ്ക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. ഇറ്റ് വെരി ഓയിലി, ക്ലോഗ്ഡ് ആവും. ഐഷയ്ക്ക് ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് ഞാനത് വെച്ചത്. പക്ഷെ അവൾ റീസെൻ്റ്ലി ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒന്നും പറയാനില്ല, ഇട്ട അപ്പം തന്നെ അബ്സോർഡ് ആവും. സത്യം കേട്ടോ, ഇട്ട അപ്പം തന്നെ അബ്സോർഡ് ആയി പോകും. അറിയ പോലില്ല, പൗഡർ ഇടേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷേ ഞാൻ എപ്പോഴും പൗഡർ യൂസ് ചെയ്യും. എനിക്കൊന്ന് അതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ഷേന്നായി പോയിട്ടുള്ളൊരു ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ അതാണ്. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാറില്ല. പോൺസിൻ്റെ കാരണം ഞാൻ പിന്നെ യൂസ് ചെയ്യാറുള്ള ഡ്രൈ ആവുമ്പം. കാരണം ഞാൻ സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാരണം എൻ്റെ സൺസ്ക്രീൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ആവശ്യം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് പിന്നെ വേറൊരു മോയ്സ്ചറൈസർ ആഡോ യൂസ് ഇറ്റ്. പോൺസ് പിന്നെ ഗൈസ് ഞാൻ പോൺസ് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കുറച്ച് ദിവസം മുന്നേ ഐഷ എന്നോട് പറഞ്ഞത് പോൺസിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഇറ്റ് കോസസ് ക്യാൻസർ, അതുകൊണ്ട് അത് യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലും അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം അതങ്ങനെ. പിന്നെ ലിപ്സ്റ്റിക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് റെഡും മെറൂണും മിക്സ് ആവുന്ന എല്ലാ ഷെയ്ഡ്സുള്ള ലിപ്സ്റ്റിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ എനിക്ക് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഞാൻ മിക്സ് ചെയ്താൽ യൂസ് ചെയ്യാറ്. എനിക്ക് അങ്ങനെ ജെനുവൻലി ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് അങ്ങനെ കിട്ടിയിട്ടില്ല. എൻ്റെ ഷെയ്ഡ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് ലിപ്സ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാറാണ് എൻ്റെ ഒരു പതിവ്. പിന്നെ എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർസിൻ്റെ ഹാർട്ട് തീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി LLB പഠിക്കാൻ ഈസിയാണോ? പഠിച്ചാൽ ഈസിയാണ്, പഠിച്ചാൽ വളരെ ഈസിയാണ്. കിട്ടാത്ത ഒന്നുമല്ല ഗൈസ്, പഠിച്ചാൽ കിട്ടും, അത്രേ ഉള്ളൂ. പഠിക്കാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് എങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല. പഠിച്ചാൽ കിട്ടും. പഠിച്ചാൽ കിട്ടുന്നൊരു സബ്ജക്റ്റാണ് LLBയിൽ തന്നിട്ടുള്ളതും. നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പറ്റും. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ഗൈസ്. അടുത്തത് എപ്പോ ഏതാ വീട്ടിൽ തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണെന്നാണ് ഉദ്ദേശിച്ചത് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്യൂലേ, അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടാകൂലേ. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. നിങ്ങൾ എൻ്റെ തല മാത്രം കാണുന്നുള്ളൂ. എൻ്റെ തലയിൽ ആക്ച്വലി മുഖത്ത് ഫേസ് ഫാറ്റ് കുറച്ച് കുറവാണ്, പക്ഷേ എൻ്റെ ബോഡിയിൽ ഫാറ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരീരത്ത് വണ്ണമുണ്ട്. ഞാൻ ഒത്തിരി പൊക്കമില്ലാത്തൊരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വണ്ണം വെക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് വേഗത്തിൽ എൻ്റെ ശരീരത്ത് വണ്ണമുണ്ട്, നിങ്ങൾ കാണുന്നില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ടൈറ്റ് ക്ലോത്ത്സ് യൂസ് ചെയ്യാത്തതും കുർത്ത കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ ടെൻഷൻ കൊണ്ടാണ്. എനിക്ക് വണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഭയങ്കര വണ്ണം വെച്ചോ. പോസിറ്റിവിറ്റി സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്, പക്ഷേ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊരു വലിയ ഉദാഹരണമാണ് ഞാൻ. നിങ്ങൾ എന്നോട് വന്ന് സംസാരിച്ചാൽ ഞാൻ പറയും വാഹ് വാഹ് എന്നൊക്കെ പറയും, കുറേ അങ്ങോട്ട് പ്രസംഗിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താണ് തടി എന്നെയും ബോദർ ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് വണ്ണം എന്നെ ബോദർ ചെയ്യുന്നത് ഞാനൊരു 5 ഒക്കെ പഠിക്കുമ്പോഴാണ്. കാരണം അന്ന് എനിക്ക് ഒരുപാട് വണ്ണമുണ്ട്. അത് ആ സമയത്ത് 4, 5 ആ പ്രായത്തിൽ എനിക്ക് നല്ല വണ്ണമുണ്ട്. ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തടി വെച്ചു. അപ്പം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഇൻസൾട്ട് ചിലത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ആ പറഞ്ഞത് എന്നെ ഇൻസൾട്ട് ചെയ്തതാണെന്ന്. ബാക്കി ചിലത് ഭയങ്കര സൈലൻറ്റ് ഇൻസൾട്ട് എന്ന് പറയും. ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ കുറേ വാക്കുകളുടെ ഇടയിൽ ഒളിപ്പിച്ച ആ രീതിയിലൊക്കെ ആവും. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി ഒത്തിരി അങ്ങോട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രാജുവലി അങ്ങോട്ട് മെലിഞ്ഞ് ആ സീനൊക്കെ മാറി. പക്ഷേ ഇപ്പോഴും വണ്ണം വെക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി വറീഡാവാറുണ്ട്. എൻ്റെ ശരീരത്തും ഇങ്ങനെ വണ്ണമുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വണ്ണം വെച്ചാലൊക്കെ ഞാൻ ശരിയാണല്ലോ വണ്ണം വെച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരല്ല പോട്ടെ വണ്ണമല്ലേ കുറയ്ക്കാം അങ്ങനെ വിചാരിക്കും. ഇപ്പോൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഉറപ്പായിട്ട് വണ്ണം കുറയും. ആ ഒരു ബലത്തിലാണ് ഞാൻ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പിന്നെ എൻ്റെ വണ്ണം ഭയങ്കര കോമഡിയാണ്. ഒന്ന് ടെൻഷൻ അടിച്ചാൽ ഒന്ന് കരഞ്ഞാൽ അപ്പം കുറയും. ഒരു ദിവസമൊക്കെ കൊണ്ട് വണ്ണം കുറയുന്നൊരു പ്രകൃതം. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് വണ്ണം വെക്കും. അതാണ് വേറെ ഒന്ന്. അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യവും, മാരേജ് ഇപ്പോൾ ഉണ്ടാവോ? എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ പ്രിയ അമ്മായിമാരെ, ആൻറ്റിമാരെ, അങ്കിളുമാരെ ഉണ്ടാവില്ല. ഉടനെ ഒന്നും
ഉണ്ടാകുന്നതായിരിക്കത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കുന്നത് ഒരു ലൈഫിലൊരു പുതിയൊരു സ്റ്റെപ്പാണ്. എനിക്ക് പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയത് തുടങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. പുതിയ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ്. പുതിയ സ്ഥലത്തോട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അഡ്ജസ്റ്റ് ആവില്ലെന്നല്ല, ആകും, പക്ഷെ അതൊരു പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പേടി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒളിച്ചോടി പോകാമെന്നാണ്. ഇപ്പോൾ ഒരാളോട് സംസാരിക്കണം, ആ വ്യക്തിയോട് ഇന്ന കാര്യം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം തീരും. പക്ഷെ അതിനേക്കാളായിട്ട് റാദർ ചൂസ് ടു റൺ അവേ. ഞാൻ അങ്ങനെയാണ്. ഒളിച്ചോടി ഒളിക്കുക, അതാണ് എൻ്റെ സ്വഭാവം. ഒളിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. എൻ്റെ ഒരു മെക്കാനിസം, കോപ്പിംഗ് മെക്കാനിസം അങ്ങനെയാണ്, ഒളിച്ചോടുക എല്ലാത്തിൽ നിന്ന്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ആവാനേക്ക്. അങ്ങനെ ആരും ആവരുത് ഗൈസ്. ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അതൊന്നും ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ ത്രൂ ഔട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് നെഗറ്റീവ്സ് ഒന്നും ഞാൻ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ലേ. വാ ഇതൊക്കെ അടിപൊളിയാണ്, സോ കൂൾ അങ്ങനെ പറയുന്നതല്ല കേട്ടോ. ഓക്കെ, എന്തിനാ നമ്മൾ ഒളിപ്പിച്ച് വെക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയണതാണ്. അതുകൊണ്ട് എൻ്റെ മാരേജ് ഒരു ഭയങ്കര വലിയൊരു സ്റ്റെപ്പാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ ഇൻഷാല്ല അങ്ങനെ കഴിക്കുള്ളായിരിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. എനിക്ക് ഈ വ്യക്തി എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2%, ഒരു 3-4% എനിക്ക് ഉറപ്പുണ്ടാവണം ഈ വ്യക്തി ശരിയാണ്, ഈ വ്യക്തി ദിസ് ഗായ് ഈസ് റൈറ്റ്, ദിസ് ഇസ് ദ പേഴ്സൺ ഫോർ മീ. അങ്ങനെയൊക്കെ. അല്ലാതെ പാപ്പയമ്മയും കൊണ്ടുവന്നു, ഹി ഹാസ് ജോബ്, ഹി ഈസ് റിച്ച്, എൻ്റെ കാണാൻ സുന്ദരനാണ്, സോ എല്ലാം ചെക്ക് ബോക്സൊക്കെ ടിക്ക് ചെയ്ത് കെട്ടുന്നൊരു സ്വഭാവം എനിക്കില്ല. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. എൻ്റെ സ്വഭാവം വെച്ചാൽ അങ്ങനെയാണ്. ഭക്ഷണം ഒരു 10 ഇതും കൂടെ ബാക്കിയുണ്ട് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ Q&Aയുടെ സെക്ഷൻ. എൻ്റെ വെയിറ്റിന് മറന്നു. എൻ്റെ വെയിറ്റിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. എനിക്ക് 55-ൻ്റെ 50-ൻ്റെ ഇടയിലാണ് എൻ്റെ വെയിറ്റ്. അതാണ് എൻ്റെ വെയിറ്റ്. ഇൻഷാല്ല നമ്മളത് കുറയ്ക്കുന്നില്ല, കുറയുമായിരിക്കും. ഡയറ്റൊക്കെ നമ്മൾ തുടങ്ങിയായിരുന്നു, നിങ്ങൾ അറിഞ്ഞായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതൊക്കെ എവിടെ പോയി, അതൊന്നും നടന്നില്ല. കോളേജിൽ പോകുമ്പോൾ ഞാൻ നടപ്പ് ഇരിപ്പൊക്കെ ആയിട്ട് പതുക്കെ അതിങ്ങ് പോയിക്കോളുമായിരിക്കും അല്ലേ, പോവും. അപ്പോൾ എൻ്റെ Q&A ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് Q&Aക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.